ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് എപ്പോഴാണ് +1 +2 റിസൾട്ട് വരാൻ പോകുന്നത്. കാരണം ഞങ്ങളെല്ലാവരും ഗംഭീരമായിട്ട് പരീക്ഷ എഴുതിയവരാണ്. ഞങ്ങൾക്ക് ആ റിസൾട്ട് ഒന്ന് എത്രയും പെട്ടെന്ന് വന്നാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം പേരും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. സോ മക്കളെ, നമ്മുടെ റിസൾട്ടിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റും ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോ ആദ്യം റിസൾട്ട് വരാൻ പോകുന്ന +2 മക്കൾക്ക് തന്നെയാണ്. +2 റിസൾട്ടാണ് ആദ്യം വരാൻ പോകുന്നത്. അതിൻ്റെ കാരണം റിസൾട്ടിന് ശേഷം അവർക്ക് ഡിഗ്രിയുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാനുണ്ട്. അതിനാൽ തന്നെ മെയ് 2nd വീക്ക് മക്കളെ +2 റിസൾട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മെയ് 15-ാം തീയതിക്ക് ശേഷം +2 റിസൾട്ട് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഒരു 20 ദിവസം കൂടി എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തേക്ക്. അതിനുശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളും കുറേ തിരക്കുകളിലോട്ട് നിങ്ങൾ കടക്കാൻ പോവാം. അടുത്തത്, എപ്പോഴാണ് സാറേ +1 റിസൾട്ട് വരാൻ പോകുന്നത്? മക്കളെ, +2 റിസൾട്ടിന് ശേഷം ഏകദേശം 1 മാസത്തെ ഇടവേള കഴിഞ്ഞ് നമുക്ക് +1 റിസൾട്ട് പ്രതീക്ഷിക്കാം. അഥവാ ജൂൺ 1st വീക്ക് +1 റിസൾട്ട് പ്രതീക്ഷിക്കാം. സോ എല്ലാവർക്കും മികച്ച റിസൾട്ട് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. വലിയ ടെൻഷനൊന്നും വേണ്ട, കൂളായി തന്നെ ഇരിക്കുക, അടിപൊളിയായിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യുക. +1 മക്കളാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. +1 സംഭവിച്ച പോലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലോട്ട് നിങ്ങൾ കടക്കരുത്. തുടക്കം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. സൈലത്തിന് അഗ്നി ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാത്തവരാണെങ്കിൽ അഡ്മിഷൻ എടുക്കുക. അടിപൊളി റിസൾട്ടാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. നമുക്ക് കാണാം.